കവി ശബ്ദങ്ങൾക്ക് നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ ഷാഫി പറമ്പലിന് AICC കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനൊരു ഷാഫിയുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ താക്കീതാണ്. അതിന് മുൻപായിട്ട് സതീശൻ ജി എല്ലാ ബഹുമാനത്തോടും ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ UDFൻ്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ജയലക്ഷ്മിയുടെ ഒരു BJPക്കാരിയെ കോൺഗ്രസ് ചേർത്ത് പിറ്റേ ദിവസം അവർ പോയി BJP തന്നെ ചേർന്നു. ഇന്നിപ്പോൾ കേരള കാമരാജ് പാർട്ടിയുടെ ജാനകി അൻവറിൻ്റെ പാർട്ടിയും ക്ഷണിതാവായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറാക്കി ചേർത്തു എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് സതീശൻ ജി പ്രഖ്യാപനം വന്ന് ആ നിമിഷം തന്നെ ഈ കേരള കാമരാജ് പാർട്ടിയുടെ ആൾ പറഞ്ഞ് ഞങ്ങൾ NDA വിട്ടിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ ചെയർമാൻ സാറേ, അങ്ങയുടെ PR വർക്കിൽ എന്താണ് ഈ പ്രശ്നങ്ങൾ? നിങ്ങൾ കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കാതെ നമ്മൾ പ്രഖ്യാപിക്കണം. ആരും എഴുതി തന്ന് നിങ്ങൾ വായിക്കുകയാണോ? നിങ്ങൾക്ക് ബോധ്യമില്ലേ? അത് അന്ന് വെച്ച് മുരളീധരനാണ് എടുത്ത് സ്വീകരണം കൊടുത്തായിട്ട് വലിയ വാർത്ത കൊടുത്ത് പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂർ നിൽക്കുന്ന മുമ്പായിട്ട് അവർ വീണ്ടും BJP പോയതായിട്ട് ന്യൂസ് വന്നു. അത് തെറ്റാതെ നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴത്തെ കാമരാജ് പാർട്ടി കോൺഗ്രസ് സതീശൻ്റെ പ്രഖ്യാപനം വന്ന് അപ്പം തന്നെ ഞാൻ എല്ലാം കണ്ടുകൊണ്ട് എപ്പോൾ തന്നെ അവർ തിരിച്ച് ഇത് വന്ന്. ഒന്നുകൂടി ശ്രദ്ധിക്കണം സാർ, രാഷ്ട്രീയം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഓരോരുത്തർ സ്ഥാനവലിപ്പം നോക്കണം. അതാണ് അവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അൻവറിനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാവ് പാർട്ടിയിൽ ക്ഷണിതാവായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുക്കാൻ മാസങ്ങളെടുത്തു. അദ്ദേഹത്തെ നാറ്റിക്കാതെ മുഴുവൻ നാറ്റിച്ച് എല്ലാം ചെയ്തു. അവസാനമാണ് ഇപ്പോൾ ക്ഷണിതാവായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചിട്ട് നമ്മൾ കണ്ണൂർ ഒരു വിദേശ മലയാളി വന്നല്ലോ, ഒരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പെൺസുഹൃത്തും മാത്രമേ ഉള്ളൂ, വേറെ മൂന്നാമതൊരാളില്ലല്ലോ. ആ പാർട്ടി നിങ്ങൾ ഇങ്ങനെയാണോ ചേർത്തത്? ഘടകകക്ഷിയായിട്ട് എടുത്ത സീറ്റ് പോലും പ്രഖ്യാപിച്ചല്ലേ. ഇവിടെ ഇത് MLA ആയി 2-3 പ്രാവശ്യം MLA ആയി LDFിൽ നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് സംഘപരിവാറിനെയും പിണറായി സർക്കാരിനെ ഒരുപോലെ എതിർത്തുകൊണ്ട് വന്ന് വളരെയധികം പ്രശസ്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ അൻവർ, പ്രത്യേകം 40% മുസ്ലിമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ കൂടി. അത് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ പാർട്ടി, കോൺഗ്രസ്സുകൾ ഒരുപക്ഷെ മുന്നിൽ നിൽക്കുന്ന പാർട്ടി. ആ പേരിൽ വന്നിട്ട് അവരൊക്കെ എടുക്കാൻ ഇത്രയും താമസം നേരിട്ടല്ലോ. എന്താണ് സതീശൻ സാറേ? പണ്ട് ആലുവയിൽ ടോട്ടോകൾ എത്തിയൊരു ഒരാൾ അപ്പോൾ പ്രിൻസിപ്പാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതിപ്പെട്ടതോ കാര്യത്തിൽ അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ വീണ്ടും ചെന്ന് അപ്പോൾ SI ചോദിച്ചു, ഞാൻ അപ്പോൾ സ്റ്റേഷനിലുണ്ട് കാര്യത്തിൽ വരാം. എന്താണ് പ്രിൻസിപ്പൽ സാറേ അവിടെ ഒരു കുഴപ്പമെന്ന്? അപ്പോൾ SIക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടത്. അതുപോലെ സതീശൻ സാറേ എന്താണ് വിഷയം? കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടോ. ഇതിന് ഉപബോധമായിട്ട് കാര്യം പറയാം. ഇപ്പോൾ കോൺഗ്രസ്സിലെ ദേശീയ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഷാഫി പറമ്പലിന് കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി പറഞ്ഞോണേ. പ്രിയങ്ക ഗാന്ധി ആരാണ്? AICCയുടെ ഒരു ജനറൽ സെക്രട്ടറി മാത്രമാണ്, പിന്നെ ഒരു MP, അല്ലാതെ സ്ഥാപക നേതാവോ അല്ലെങ്കിൽ AICC പ്രസിഡൻ്റൊന്നുമല്ല. എന്തിലും പ്രിയങ്ക ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എഴുതിക്കട്ടെ. എത്ര നാളോടി ഞങ്ങൾ നിരന്തരമായിട്ട് കോൺഗ്രസ്സുകാരോടും കോൺഗ്രസ് നേതാക്കളോടും ഉപദേശിക്കുന്നുണ്ട്, സ്നേഹത്തിൽ പറയുന്നുണ്ട്, പണിക്ക് പറയുന്നുണ്ട്, ചെറിയ ഭീഷണി പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്താനൊന്നും കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ട് പറയല്ല, ആ കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതായാലും കോൺഗ്രസ് അത് ഒരു പരിധിവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഉദാഹരണത്തിന് ബീഹാറിലെ ഡോക്ടർക്ക് ജാർഖണ്ഡ് ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ സ്ഥാനം കൊടുത്തു. ഇപ്പോൾ കേരളത്തിൽ അത് ചില അനുഭവങ്ങൾ വരുന്നുണ്ട്.
ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് ഷാഫി പറമ്പിലിനെ നല്ല കാര്യം തെറ്റില്ല. ഷാഫി പറമ്പിലൊക്കെ ഒരു മോഡേൺ മുസ്ലിസ്ലാമാണ്. അതിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്തു. ഓക്കെ, അതെങ്കിലും പരാതിയൊക്കെ സമുദായത്തിലുണ്ടെങ്കിലും നമ്മളത് പൊട്ടുകളയാം, പോട്ടെ, ചെറുപ്പമൊക്കെ നേരട്ടെ. അപ്പോൾ എനിക്ക് ഷാഫി പറമ്പിൽ പറയാനുള്ളത്, ഞങ്ങൾക്ക് വർഷങ്ങളോട് ഡൽഹിയിൽ ഉണ്ടായതാണ്, വർഷങ്ങളോട്, 1-2 വർഷമൊന്നുമല്ല, പല പ്രാവശ്യവും ഡൽഹിയിൽ ഉണ്ടായത്, ഓരോ രീതി അറിയാം. ഷാഫി ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം വടക്കേ ഇന്ത്യൻ കോൺഗ്രസിൽ സംസ്കാരം ഉണ്ടല്ലോ, ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വയ്ക്കും, പിറ്റേ ആഴ്ച പെണ്ണുകസിപ്പെടുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റിവിടും. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ നിയുക്ത ഷാഫി പറമ്പിലിനോട് കാര്യം പറയുകയാണ്, ഇത് കേൾക്കുന്ന ഷാഫി കേൾക്കുന്നില്ലെങ്കിൽ കേട്ടത് ആരെങ്കിലും ഷാഫിയോട് അറിയിക്കണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പെണ്ണുകസിൽപ്പെടാത്ത ഒരു നേതാവ് കേരളത്തിൽ പോലും ഇല്ല. ഉമ്മൻചാണ്ടി വരെ വന്നു, ശരിയോ തെറ്റ് പറയില്ല. ആന്റണി വേറെ രീതിയിൽ ആന്റണി വന്നിട്ടുണ്ട്. അതായത് സാധാരണ എല്ലാവരും പെണ്ണ് കേസ് കേട്ടാണ് പോകുന്നതെങ്കിൽ ആൺകേസ് കേട്ട് ഒരു സ്ത്രീ കേരളത്തിൽ അവസാനം മരിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ മുഖ്യമന്ത്രിയൊക്കെ പെടുത്തിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ പ്രത്യേക വടക്ക് PT ചാക്കോലും കൂടി പോരാണ്. അങ്ങനെയുണ്ട്, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഷാഫിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അങ്ങനെ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായികയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ ഉണ്ടെങ്കിൽ വേറെ വിവാഹം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. എങ്കിലും ഈ ചെളിയിൽ ചവിട്ടാൻ നോക്കണം. ഒരാൾ ചവിട്ടിയിട്ട് വെള്ളം അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ പേരിലും വരുന്നൊക്കെ കേൾക്കുന്നെങ്കിലും ഇനി ഒന്നുകൂടി വരാൻ സാധ്യത, വരാൻ ഉന്നത സ്ഥാനം വരാണ്. നിങ്ങളുടെ ഒരു പൂർവികണ്ട് കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറി ആയിരുന്ന ആൾ. അതായത് അദ്ദേഹം കേരള നേതാക്കൾ വരുമ്പോൾ സ്റ്റേജിന് എതിരെയാണ് ഇരുന്നത്, ഓഡിയൻസ് ഇരുന്ന ആളാണ്. ഈ കേരള നേതാക്കൾ ഡൽഹി ചെല്ലുമ്പോൾ അവസാനം ഈ കേരള നേതാക്കൾക്കെതിരെ രാജീവ് ഗാന്ധിയുടെ അടുത്തിരിക്കുന്ന നേതാവുണ്ട്, ചെറുപ്പക്കാരനാണ്, പാവം, വലിയ കുഴപ്പക്കാരൊന്നുമില്ല. അതിന് ഞാനിപ്പോൾ പറയുന്നത് കോൺഗ്രസ് കുറ്റമുണ്ടോ ആ വ്യക്തിയുടെ കുറ്റമുണ്ടൊന്നുമില്ല, സാഹചര്യമാണ്. ഈ മണിപ്പൂരിലൊക്കെ 10-16 വയസ്സുള്ള പെൺപിള്ളേരെ കൊണ്ട് കാഴ്ച വെച്ച് കാര്യം സാധിക്കുന്ന പോലെ ഒരു ഗുണ്ട സെറ്റുണ്ട് ഡൽഹിയിലൊക്കെ. മനുഷ്യല്ലേ, വീണ് പോകില്ലേ? 14 വയസ്സുള്ള പെൺകുട്ടി, അതും ഈ യൂറോപ്യൻ സ്റ്റൈലാണ് അതൊക്കെ. അങ്ങനെ പറഞ്ഞ് എന്ത് പറയുന്നു, എയ്ഡ്സ് പിടിച്ച മരിച്ച് പുറത്ത് പറയാൻ കൊള്ളാവോ? എയ്ഡ്സ് പിടിച്ച് AICC ഭാരവാഹിക്ക് എയ്ഡ്സ് പിടിച്ച് മരിച്ച് പറയാൻ കൊള്ളാവോ? അതിൻ്റെ പേരിൽ ഇഞ്ചക്ഷൻ മാറ്റി എടുത്തതിൽ ഇഞ്ചക്ഷൻ വീഴ്ച വന്ന് മരിച്ചു, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഷാഫിയോട് പറയാണ്, ഒരു 77 വയസ്സ് കഴിഞ്ഞ ഒരു വയോവൃദ്ധത്തിൽ പറയാണ്, നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ നിരന്തരമായ പരാതിയും പരിഭവവും പരിവട്ടമൊക്കെ ഉണ്ട്. അത് ഏതാണ്ട് കോൺഗ്രസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നിലനിൽപ്പുണ്ടെങ്കിൽ 20% വരുന്ന മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കേ പറ്റുമെന്നും അത് ബ്ലോക്കായിട്ട് കിട്ടുന്നൊരു ബോണസാണെന്നൊക്കെ മനസ്സിലായി ഞങ്ങൾ നിരന്തരം പറഞ്ഞ് അതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് AICC ഭാരവാഹികൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചില ശ്രമം നടത്താണ്. അതിന് ലക്ഷ്യം കാണുന്നുണ്ട്. നല്ല കാര്യം. പെണ്ണുകേസിലൊക്കെ പെടുത്തി നിങ്ങളെ വേറെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഒരു മുസ്ലിം ഒരാഴ്ചക്കുള്ളിൽ വേറെ പെണ്ണുകേസിപ്പെടുത്തിയിട്ട് അവസാനം അയാളെ പുറത്താക്കി, പാർട്ടി എന്നല്ല സ്ഥാനത്ത് പുറത്താക്കി. അപ്പം അങ്ങനെയൊക്കെ വരും. നിങ്ങളുടെ പുറകിൽ പടുകുഴികളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. തന്നെയുമല്ല, ഷാഫി പറമ്പിൽ കേരളത്തിൽ വലിയ സാധ്യത ഉണ്ടായതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വടക്ക് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് ഇട്ടാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നൊന്നും വളർന്നൊന്നും ദേശീയ രാഷ്ട്രീയം പിടിക്കാൻ പറ്റില്ല. ഒറ്റ ഉദാഹരണമുള്ള ആന്റണി നിങ്ങളൊക്കെ വലിയ നേതാവല്ലേ, 10-40% ഡൽഹി കൊടുത്തല്ലോ, അനങ്ങാൻ പറ്റുമോ? കോൺഗ്രസ് തകർക്കാനേ പറ്റുള്ളൂ, വളർത്താൻ പറ്റുമോ? AICCയുടെ മറ്റേ രണ്ടാമത്തെ ആൾ KC വേണുഗോപാൽ, കോൺഗ്രസ് എന്തുണ്ടായി? കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയാണോ ഷാഫി പോലെ ഒരാൾ? നിങ്ങൾ ചെയ്യേണ്ടിയെന്നല്ല, വടക്ക് ഇന്ത്യയിലെ അറിയപ്പെടുന്ന വിശ്വസ്തനായ ഒരു മുസ്ലിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടിയിരുന്നത്. ബീഹാറിൽ നിന്നോ UP നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ കാശ്മീരിൽ നിന്നിട്ട് കാര്യമില്ല, പഞ്ചാബിൻ്റെ കാര്യമില്ല. ബീഹാറിൽ നിന്നോ UPയിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നോ അങ്ങനെയുള്ള വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു നേതാവിനാണ് കൊടുക്കുക. 2ാം സ്ഥാനത്ത് കൊടുക്കേണ്ടത്. പ്രിയങ്കയോട് പറയാണ്, സോണിയാജിയോട് പറയാണ്, രാഹുലിനോട് പറയാണ്, കേസിയോട് പറയാണ്, ഈ പന്തോടിയോട് പറയാണ്, നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് 2ാം സ്ഥാനം. 2% മാത്രം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കത്തോലിക്കരാണ് ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്നത്. എനിക്ക് വേണ്ടി പറയാതിരിക്കാം, പക്ഷെ അതുകൊണ്ട് കളിച്ചാനങ്ങൾ അതാ വിശ്വസിക്കുന്നത്. സത്യം നിങ്ങൾ തിരുത്തിക്കോ, സത്യം നിങ്ങൾ തെളിയിച്ചോ. അങ്ങനെ വരുമ്പോൾ 20% വരുന്ന മുസ്ലിമിൽ നിന്ന് 2ാം സ്ഥാനം കൊടുക്കണം. നല്ല ആരോഗ്യം ഷാഫിയൊക്കെ അത് കൊടുക്കുകയാണ്. ആരോഗ്യമാണ്, ചെറുപ്പമാണ്, വിദ്യാഭ്യാസം, നല്ല സ്പീച്ചാണ്, ഇംഗ്ലീഷൊക്കെ, അത് മനസ്സിലായി. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഷാഫിക്കല്ല കൊടുക്കണം. എന്തുകൊണ്ട് ഷാഫി പോരാകിട്ടില്ല? ഒരു മലയാളി അവിടെ വന്നിട്ടൊന്നും ഷൈൻ ചെയ്യാൻ പറ്റില്ല.
ഇതിനു മുൻപ് പല നേതാക്കളും മലയാളി ഉണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. AR റഹീം ഉണ്ടായി, സയ്യിദ് ഉണ്ടായി, സയ്യിദ് ലക്ഷദ്വീപ്, അങ്ങനെ എത്ര മുസ്ലിം എന്നിട്ടും കാര്യമായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഷൈൻ ചെയ്യണമെങ്കിൽ, അതായത് കോൺഗ്രസിനെ വളർത്തി നിലനിർത്തണമെങ്കിൽ വടക്കേന്ത്യൻ മുസ്ലിം നയിക്കണം. അവർ 2ാം സ്ഥാനം കൊടുക്കണം. 1 കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ആ പേര് വരണം. നിങ്ങൾക്ക് ഇന്ത്യയിൽ BJP താഴെ വെക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ആ പേര് വരണം, 2ാം സ്ഥാനത്ത് വേണം. അല്ല ഈ ആകെ 2% ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ 0.3 ഉള്ള നായർ വിഭാഗത്തെ വെച്ചിട്ടൊന്നും കാര്യമില്ല. വടക്കേ ഇന്ത്യയിൽ, കേരളത്തിൽ തോട്ടെ അതൊരു ശ്രമം നിങ്ങൾ നടത്തുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. മറ്റു കാര്യം തന്നെയാണ് ഇതൊക്കെ സംഗതി. ഞാൻ പറയും ഇസ്രാർ അൻസാരി, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇസ്രാർ അൻസാരി എനിക്ക് ചെറിയ പരിചയമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ കുഴപ്പമുണ്ട്. ഒരിക്കലും പെരുമ്പാവൂരൊക്കെ ശരീരത്ത് നിയമത്തിൻ്റെ വിഷയത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പെരുമ്പാവൂർ വന്നിട്ട് ഞങ്ങൾ പങ്കെടുത്ത് എറണാകുളത്ത് വന്നിട്ടുണ്ട്. കോണത്താണ് 90 വയസ്സ് പ്രായമുള്ള പ്രകൃതി എന്താണ് വനം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് ഒരു 16 വയസ്സുകാരും കയറി ചെന്ന് അരമണിക്കൂർ കൊച്ചു നിലവിളിച്ച് ഇറങ്ങിപ്പോന്നു. വേഗം എടുക്കുന്നു, പെണ്ണ് കേസ് വന്ന് അയാൾ പുറത്താക്കി. അത് നിങ്ങൾക്കറിയാം, ഷീല കൗളുണ്ട്. ഷീല ദീക്ഷിത് എന്ന് പറഞ്ഞത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ്. അവരാണ് കോൺഗ്രസ് നശിപ്പിച്ചത്, അത് വേറെ കാര്യം. ഈ ഷീല കൗൾ UP കാരിയാണ്. കൗള് നെഹ്റു കുടുംബം വളരെ ബന്ധുവാണ്. ഈ കൗള് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ഷൻ മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ പെണ്ണ് കേസൊക്കെ പിൻവലിക്കാം, നിങ്ങൾ രക്ഷപ്പെടാം. ആ വടുവൃദ്ധൻ 90 വയസ്സുള്ള അയാൾ ഞാൻ പിൻവലിക്കില്ല, ഞാൻ മത്സരിക്കും. അങ്ങനെ മത്സരിച്ച് അദ്ദേഹം തോറ്റേച്ചു. പിന്നെ കേസ് ഉണ്ടായില്ല. ഷാഫി മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കാൻ പോകുന്ന സ്ഥാനത്തിൻ്റെ. അങ്ങനെ 100 അബ്ദുറഹ്മാൻ അബ്ദുലെ ബോംബെയിൽ അയാൾ ഇങ്ങനെ തകർത്ത്. പിന്നെ നമ്മുടെ കർണാടകയിലെ ഷെരീഫ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷാഫിക്ക് വലിയ ഗുണമാണ്. കാരണം ഷാഫി മതമായിട്ട് യാതൊരു ബന്ധവുമില്ല, അടുപ്പമില്ല, ഒന്നുമില്ല. ഒരു നിരീശ്വരവാദി പോലുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതും ശരീരപ്രവൃത്തി സംസാരമൊക്കെ അങ്ങനെ ഒരു ദേശീയ മുസ്ലിമായിട്ട് എല്ലാവരും അംഗീകരിക്കും. അല്ലെ അന്ന് ഇപ്പോൾ BJPക്കാർ വലിയ സപ്പോർട്ട് ചെയ്യുന്നത്. അയാൾ മുസ്ലിം പ്രതിനിധിയായിട്ടാണ് പോയത്. 40% മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിന് ഏക പ്രതിനിധിയാണ് കിട്ടിയത്. ആ കോട്ടയിൽ ആ മനുഷ്യൻ ഡൽഹി പോയി സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്ത്. ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും ഷാഫി? ഞാൻ ഈ സമുദായത്തിന് വേണ്ടി വാദിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ വാദിക്കാൻ ആരുമില്ലാവരില്ലേ? ഈ സമുദായത്തിന് ഉത്തരവാദിത്തപ്പെട്ടില്ലാത്തതുകൊണ്ട് അവരൊരു കാര്യസാധ്യത ആൾക്കാരുള്ളൂ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ലീഗ് നേതാക്കൾ ഉൾപ്പെടെ. അവനൊരു കാര്യം ഞാൻ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത്. അതെന്താണ്? സമൂഹമായതുകൊണ്ടാണ്. ഷാഫി നിങ്ങൾ 20 സീറ്റുകൾ ഒറ്റ സീറ്റുകൾക്ക് തന്നത് തിരികെയല്ലേ കയറ്റിയത് കോൺഗ്രസ്സുകാർ. അങ്ങനെ നിങ്ങളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ദൈവായം കൊണ്ടോ കോൺഗ്രസ് പാർട്ടി പിന്നെ CPM മറ്റേ ശൈലിയ ടീച്ചർ തോൽപ്പിച്ച് ചില രഹസ്യ തീക്കൊള്ളുകൊണ്ട് അങ്ങനെ നിങ്ങൾ വലിയ ഒരു ജയിച്ചു. പാവം ശൈലിയ ടീച്ചർ തോൽപ്പിച്ചു കളഞ്ഞ് അതിൻ്റെ പുറകിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എന്ത് ജയിച്ചു? നിങ്ങൾ സത്യപ്രതിജ്ഞ ദൃഢപ്പെടുത്തിയത് ശരിയാണോ? പിന്നെ ഇത് ന്യായമോ? ഗോപതി ഇത് ന്യായമോ എന്ന് സിനിമയിൽ പണ്ട് വിക്രം പറഞ്ഞ പോലെ ന്യായമാണോ? പിന്നെ ഷാഫി, ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഉള്ള രീതിയിൽ ഈ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ആരുണ്ടോ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി അവർക്ക് പറ്റുന്നത് വീഴ്ച ഇവര് സംസാരിക്കാൻ? കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. കണക്കുകൾ തെറ്റില്ല. ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇപ്പോൾ പകലുള്ള സ്ഥലമുണ്ട് ലോകത്ത്, വ്യത്യാസം രാവുമ്പോലുണ്ട്. അപ്പോൾ കണക്ക് 437 ചന്ദ്രനിൽ ചെന്നാൽ 437 തന്നെയാണ്, മാറ്റമില്ല. ആ കണക്കാണ്, ശാസ്ത്രമാണ്, സയൻസാണ്, അല്ലെങ്കിൽ ഫിലോസഫിയാണ്, സൈക്കോളജിയാണ് ഞങ്ങൾ പറയുന്നത്. അത് തെറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം അങ്ങനെയല്ലെന്ന്. ഷാഫി പറഞ്ഞു സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം നാമധാരി അകത്തുകൊണ്ട് ആക്കിയിട്ട് എന്ത് പറ്റും? അപകടം പറ്റുമറിയോ? അത് ഗുണത്തെ ദൂഷ്യം ചെയ്യും. പാർട്ടി നേട്ടം ഉണ്ടാവും, പക്ഷേ സമുദായത്തിനും മതത്തിനും ഗുണത്തേക്കാൾ ദൂഷ്യം ചെയ്യും. കാരണം മത്താവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ജഡ്ജി കേരളത്തിൽ പറഞ്ഞ ആലപ്പുഴ അത് ഇങ്ങനെയാകുന്ന വ്യാഖ്യാനം കൊടുത്തപ്പോൾ ആ മനുഷ്യനോട് ജഡ്ജിയാക്കി. എന്നാൽ വേറെ വക്കീൽ തൊപ്പി വെച്ചാൽ അദ്ദേഹം ശരിയെത്തിയിട്ട് വാദിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പിന്നെ വേണ്ടെന്ന് വെച്ച് സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്തറിയോ? ഇദ്ദേഹത്തെ എവിടെ കൊള്ളിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ആക്കി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മറ്റു വക്കീലാൾ മരിച്ചുപോയി, വക്കീലാണ്, ജഡ്ജിയായില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു മുസ്ലിം നാമധാരി വെച്ച് ആ കാര്യങ്ങൾ സാധിക്കുക എന്ന് വെച്ചാൽ അത് അതിനേക്കാൾ അപകടമായിരിക്കും. വെൽക്കാന്ന് വെച്ച് പാണ്ടാവും. ഷാഫി സമുദായത്തെ വക്താവായിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ സമുദായത്തെ കൂടി വേണ്ടി വാദിക്കണം.
ഇപ്പം ഞാൻ മൊയ്തീൻ നിങ്ങളെക്കാൾ സമുദായം കൊണ്ട് ശ്രദ്ധിക്കാവുന്ന ആൾ ഞാൻ മൊത്തത്തിൽ ശ്രദ്ധിച്ചുള്ളൂ, സമുദായം എതിരൊന്നല്ല. ഇപ്പം ഞാനല്ല തെറ്റിരുത്താണ്, കാരണം ഈ സമുദായത്തിന് വേണ്ടി വാദിക്കണം. അത് ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോഴേ അന്ന് എൻ്റെ പാർട്ടിയിൽ നിന്ന് ചില ആൾക്കാർ പറഞ്ഞ് ഷാ സാറ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വാദിക്കുന്നതല്ല, മുസ്ലിങ്ങൾ കൂടി വേണ്ടി വാദിക്കുന്നു എന്ന് പറയുമ്പോൾ ന്യായമല്ലേ? സാമൂഹ്യ നീതിയല്ലേ? സാമൂഹ്യ നീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം 20% സമുദായം ഒരു വലിയ സമുദായമല്ലേ? അവർക്ക് വേണ്ടി വാദിക്കണ്ടേ? പ്രത്യേകിച്ച് ആ സമുദായത്തിന് വാദിക്കണ്ടേ? മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല. ഒരു മുസ്ലിം നേതാവ് ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയിലേക്ക് മുസ്ലിങ്ങളെല്ലാം പുറത്ത് ദളിത് വരും വരില്ല. പക്ഷെ ദളിത് രൂപീകരിച്ചാൽ അത് മുസ്ലിങ്ങളെല്ലും. ഇപ്പോൾ കാൻഷാം ദളിത് മായാവതിയൊക്കെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പോയിട്ടില്ലേ? പക്ഷേ ഒരു നേതാവ് പിന്നെ നമ്മുടെ ബീഹാറുകാരുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, എന്നിട്ട് ഒരു ഒറ്റ മുസ്ലിമലത്ത് വരാൻ ചെന്നില്ല. ഇപ്പോൾ ലീഗുകാരുണ്ടാക്കി, ലീഗുകാരിൽ നിന്ന് മറ്റു ലീഗ് അതിനർത്ഥത്തിൻ്റെ ഫിലോസഫി ഇതാണ് ഷാഫി. മുസ്ലിം നേതൃത്വം നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ദളിത് പോലും, ദളിതാളെ പിന്നോക്കം നിൽക്കുന്ന ദളിത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആദിവാസി ഓലകളില്ലേ, അവർ പോലും വരില്ല. അപ്പോൾ പിന്നെ നായരും ക്രിസ്ത്യാനും ചോനും വരുമോ? വരില്ല. ഞാൻ അനുഭവമുണ്ട്. 10, 30, 50 വർഷം 60 വർഷത്തോളം കേരള രാഷ്ട്രീയം, ഡൽഹി രാഷ്ട്രീയം, ഏതാണ്ട് ലോക രാഷ്ട്രീയം ഏതാണ്ട് കുഴപ്പമൊന്നുമില്ല മനസ്സിലാക്കി പഠിച്ചൊരു എളിയ വ്യക്തിയാണ്. ആ നിലയ്ക്ക് അനുഭവത്തെ വിളിച്ചിട്ട് പറയണം, ഒരു മുസ്ലിം നേതാവ് ഒരു പാർട്ടി രൂപീകരിച്ചാൽ അതിൽ മുസ്ലിങ്ങളിൽ നിന്ന് ആരും കിട്ടുമെന്നല്ലാതെ മറ്റാരും വരില്ല. ഇപ്പോൾ മദ്രി സാഹിബ് തുടങ്ങി, മറ്റ് പലതും തുടങ്ങി, എന്തേ TH മുസ്താഖൊക്കെ തുടങ്ങാൻ രക്ഷയില്ലെന്നറിയാം. മുസ്താഖ് അറിയാം എന്താണ് ഒരു പാർട്ടി ഉണ്ടാക്കാനും മറ്റൊരു വരില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ആനുകൂല്യം പറ്റും മരിച്ചും പോയില്ലോ. അപ്പോൾ അത് ഷാഫി അങ്ങ് ചെയ്യണം. കോൺഗ്രസിനുള്ള ബാധ്യത ഞാൻ ഈ സതീഷ് കൊണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പം വിഴിഞ്ഞത്ത് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷൻ ഏതാണ്ട് ദിവസങ്ങൾ നടക്കും. ഇപ്പോൾ 50, 48 2 മൈനസായി നിൽക്കുകയാണ്. അതിൽ 2 സ്വതന്ത്രന്മാരും ഒരു സ്വതന്ത്രം BJP സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. ഇന്നലെ വരും പറഞ്ഞു 2 സ്വതന്ത്രന്മാരും കോൺഗ്രസ് BJPക്ക് സപ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വതന്ത്രന്മാർക്ക് വിലക്കെടുക്കുമ്പോൾ ഒരു പ്രയാസം, പ്രത്യേക കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് BJPക്ക് ഏത് നിലക്കും ഭീഷണിപ്പെടുത്തി പണം കൊടുത്തോ പ്രലോഭനം കൊണ്ടോ പ്രകോപിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മളിനി പ്രതീക്ഷയില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും എന്ത് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയില്ല. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ സതീഷ് വാക്കുണ്ട് BJP ആയിട്ടും പിന്നെ CPM ആയിട്ട് ഒരു ധാരണയില്ലെന്ന്. അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ കുഴപ്പം അങ്ങനെ തന്നെ വേണം. ഇത് തന്നെയാണ് മിനിയാന്ന് CPM സെക്രട്ടറി പറഞ്ഞത്, ആരുമായിട്ടും ഭരിക്കാൻ വേണ്ടി ആരും ധാരണയില്ലത്. വേണ്ടടോ ധാരണ വേണ്ട, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ തിരുവനന്തപുരത്തെ കുഴപ്പമുണ്ടല്ലോ, അത് നിങ്ങളതിൻ്റെ പരിഹാരം കണ്ട് തൽക്കാലം BJP മാറ്റി നിർത്തിയില്ലെങ്കിൽ എന്ത് തീവെട്ടികൾ നോക്കി. 50, 500, 600 സീറ്റുള്ള വാർഡുകൾ അവിടെ BJPക്ക് ഈസിയായിട്ട് ജയിക്കാൻ. മറ്റുള്ള വാർഡിൽ 2000, 1700, 1900 ഒക്കെ കണക്കുകളല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സതീശനും പിന്നെ ഈ പിണറായിയൊക്കെ എവിടെ വാ പൊളിച്ചിരുന്നത് ചോദിക്കണം. നിങ്ങളിൽ ഒന്ന് പ്രതിപക്ഷം, BJP പ്രതിപക്ഷം പോലുമല്ല. നിങ്ങൾ പ്രതിപക്ഷം, സതീശൻ പ്രതിപക്ഷം, മറ്റേ കോൺഗ്രസ്, പിണറായി ഭരണപക്ഷം. അങ്ങനെ അവരൊരു അനീതിയൊക്കെ നടന്നെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അങ്ങനെയല്ലേ 50 സീറ്റ് അവർ കിട്ടിയത്. അതിനറിയണേ ഒരു കാര്യം പറ്റില്ല, വോട്ട് 29 സീറ്റ് കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ 10,000 വോട്ട് കുറവാണ് 50 സീറ്റ് BJPക്ക്. അപ്പോൾ അറിയാമല്ലോ സഖാവെ ഉരുണ്ടുകളിയുടെയൊക്കെ ലക്ഷ്യം. എന്തിനാ ഈ പാവം മലയാളികളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക ദളിതനെ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് പറ്റിക്കുന്നത്? അത് വേണ്ട. അതിനവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലെന്നോ, പറ്റിച്ചാൽ അവർ കേൾക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ മനുഷ്യസ്നേഹിയായ മൊയ്തീൻ ഷാപ്പികളിലെ 100 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദീർഘവിഷ്ണു ദൈവാനുഗ്രഹം കൊടുത്ത സംസാരിക്കാൻ ശേഷിയുള്ള സാമാന്യ വിവരമുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉരുളിക്കുപ്പേരിയിൽ പറയാൻ പറ്റിയ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ? നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാൻ സതീശനും പിണറായി വിചാരിക്കരുത്. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ പുറത്തേക്ക് ഉദയം അറിയുമ്പോണ്ട കയറിയാലൊരു ചുക്കും നടക്കില്ല. അല്ല, നിങ്ങൾക്കറിയില്ല 500 സീറ്റ് വെച്ച് 500, 600 വോട്ട് ഒരു വാർഡിൽ. മറ്റ് അത് അപ്പുറത്തെ വാർഡിൽ 1800, 900, 2000 വോട്ട്. ആ 500 വോട്ടുള്ള വാർഡിൽ 50 സീറ്റുകളും BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അവസരം കൊടുത്തത്. പിന്നെ മുരളീധരൻ ശ്രമിച്ചിട്ടല്ലേ BJP ഇത്ര 50 സീറ്റിൽ ജയിച്ചത്? അല്ലെ മുരളീധരൻ ജയിക്കും? അത് ഞാൻ പറഞ്ഞല്ലോ. ബുദ്ധിയുടെയും രാഷ്ട്രീയ തന്ത്രജ്ഞൻ അല്ലെങ്കിൽ തന്ത്രജ്ഞതയുണ്ടെങ്കിൽ ഈ 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയോ 50 സീറ്റ് അവിടെ പിടിച്ചെടുക്കുക? ഏത് നിലക്ക് എങ്ങനെ കൂട്ടിയാലും കണക്ക് യോജിക്കില്ല എന്നറിയാം. അതുപോലും മനസ്സിലാക്കാൻ നിങ്ങൾ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ മണ്ടൻ തന്നെയാണ്.
ഞാൻ പേരെടുത്ത് പറയണം. ഇനി എന്നെ തൂക്കി കൊന്നോട്ട് തല്ലി കൊന്നോട്ട് എനിക്ക് വിഷയമില്ല. ഇത്ര പോലെ വിഡിത്തം കാണിച്ച് ചോദിക്കുക ഞങ്ങൾ UDF ഉണ്ടായോ, കുഞ്ഞാക്ക ഉണ്ടായോ? കുഞ്ഞാക്ക് ശ്രദ്ധിക്കല്ലോ, നിങ്ങൾ രാഷ്ട്രീയം എടുക്കണല്ലേ, രാഷ്ട്ര മീമാംസമല്ലേ? മുരളിയെ ഉപദേശിക്കാൻ പാടില്ലേ? എടോ മുരളി, നിങ്ങൾ വലിയ ക്ലോസ്, മുരളീധരനും കുഞ്ഞാക്കായും പിണറായി സഖാവും വലിയ ക്ലോസാണ് വ്യക്തിപരമായിട്ട്, നല്ല കാര്യം തന്നെ കൂട്ടല്ല, അത് മറ്റുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോൾ മുരളിയോട് ഉപദേശിക്കാൻ പാടില്ലേ? എങ്ങനെയാണ് മുരളി അവിടെ ഈ നിങ്ങൾ പിടിച്ചെടുക്കുക? എത്ര ശ്രമിച്ചാലും 10 സീറ്റ് നിങ്ങൾക്ക് ഇതിലുള്ളത്, ബാക്കി 40 സീറ്റ് കിട്ടണം. അത് BJP ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാത്രം പിടിച്ചെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ വന്നാൽ 40 സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ അവർക്കൊന്നുമില്ലല്ലോ. ഇതെന്തോടെ കുഞ്ഞാക്ക് പറയാം നിങ്ങൾ? ഇതാണ് നിങ്ങൾക്കൊന്നും ഉദ്ദേശശുദ്ധിയില്ല. ഞങ്ങൾ കഴിഞ്ഞ 60-70 വർഷക്കാലം പട്ടി കിടന്ന് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്, രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്, സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അല്ല വെണ്ണുപിടിക്കാനും പിന്നെ കോടികൾ ഉണ്ടാക്കാനുമില്ല. ഞാൻ കണ്ട് ഈ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ ആക്റ്റീവ്ലി യാത്ര ചെയ്യുന്നത്. ഒരു ഇന്നോവ കാറും വേണ്ട, എനിക്ക് താല്പര്യമില്ല. എന്താ കാരണം? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇത് UDF ഏത് നേതാക്കളും മനസ്സിലായോ? അല്ലെങ്കിൽ ഈസിയായിട്ട് തിരുവനന്തപുരത്ത് BJP കൊണ്ടുപോകുമോ? ഞാൻ BJP കൊണ്ട് ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന കക്ഷി ദേശീയ പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി, അവർക്ക് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാം, അതിലൊന്നും എനിക്ക് വരാതില്ല, അസൂയയില്ല. പക്ഷേ ഈ പാവപ്പെട്ട സമൂഹമുണ്ട്, ആ സമൂഹത്തിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് അവരെ പറ്റിക്കണം. തന്ത്രം ഉപയോഗിച്ചു കിറ്റ് കൊടുത്തും മറ്റൊക്കെ. കിറ്റ് കൊടുത്തിട്ട് എന്തേ വോട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. അതെന്ത് നീ കിറ്റ് കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്ത് വോട്ടല്ലേ? അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് പറയണം, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്. അല്ല നിങ്ങളുടെ ഈ ഉരുണ്ടുകളിയും ഈ അഭ്യാസമൊക്കെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതേതുപോലെ ഒരു പ്രസംഗ സദസ്സിൽ വെച്ച് ഒരു പാസികൻ പറഞ്ഞു, ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ഓഫൂന്ന് കാണിച്ചു പോകും. തുപ്പാനല്ല, അവർ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയാണ്. ചിലർ തുപ്പാൻ വേണ്ടി പൊത്തി പിടിച്ച് പോകും, അത് തുപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു, സതീശൻജി, പിന്നെ പിണറായിജി, പിന്നെ നമ്മുടെ ആരാണ് കുഞ്ഞാലിക്കുട്ടിജി, എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരെയും തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരെയും എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളാരും എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത പോലെ നിങ്ങൾ ഈ പാവപ്പെട്ട സമൂഹത്തെ നിങ്ങളുടെ ബുദ്ധിയും തന്ത്രവും യുക്തിയും ഉപയോഗിച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ തിണ്ണയും മണ്ണല്ല, ചില തിണ്ണ കല്ലുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കല്ലുള്ള തിണ്ണയുണ്ട്, അവർ നിങ്ങളെ ചോദ്യം ചെയ്യും. അതാണ് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താണ്, കൂടുതൽ പറയുന്നില്ല. ഇന്ന് സതീശൻജി ഞങ്ങൾ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, ആരാധിക്കുന്നില്ല. ആരാധന അള്ളാഹുവിന് മാത്രം. നിങ്ങളിന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്ത അതേ നിമിഷം തന്നെയാണ് കേരള കാമരാജ്, എനിക്കറിയാം അവരെയൊക്കെ, ആകെ 4-3 ആളുള്ളൂ, പാർട്ടി ഞങ്ങൾ ചേരുന്നില്ല, എൻ്റെ തന്നെ തുടർന്ന് പോകുന്നു പ്രഖ്യാപിക്കുന്ന അതേ നിമിഷം. അപ്പോൾ നിങ്ങളുടെയൊക്കെ PR വർക്ക്, നിങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ട്, നിങ്ങളുടെ റിസർച്ച് വിങ്ങൊക്കെ എന്ത് ശക്തിയുണ്ട്. അത് മറ്റൊരു മുരളീധരൻ്റെ കാര്യത്താണ്. ഒരു BJP ജയലക്ഷ്മി പെണ്ണായിട്ട് BJP കോൺഗ്രസ് ചേർത്ത് 24 മണിക്കൂർ 21 മണിക്കൂർ ചെന്നപ്പോൾ അവർ വീണ്ടും BJP പോയിരുന്നു. അവരുടെ പ്രസ്താവന എടുക്കുകയാണ്. എന്ത് ഞങ്ങൾ ചേർക്കുന്നത്? ഒരു കാലിൽ കോഴി കത്തിയിട്ട കോഴിക്കാഷ്ട അയാൾ ആ കാല് പുറത്ത് വെച്ചിട്ട് മറ്റേ കാല് അകത്ത് വെച്ച് വാങ്ങി കൊടുക്കുന്നത് ചില മുയിലൊക്കെ കുറിച്ച് ഒരു തമാശ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൈ അവിടെ ഒരു ആത്മാർത്ഥമായിട്ട് 10 ആളും മതി. ആത്മാർത്ഥയില്ലാത്ത 10,000 ആളും അച്ചടക്കമുള്ള 10 ആൾ നിൽക്കുക, 10 ആളും നല്ലത്. അതിൽ 1000 പോലീസുകളെടുത്ത് 10,000 ജനങ്ങൾ വന്നാലും ആ പോലീസാണ് വിജയിക്കുന്നത്. ആ 1000 പേർക്ക് ഒരേ ലക്ഷ്യമാണ്, ഒരേ രീതിയാണ്, ഒരേ യൂണിഫോമാണ്, ഒരേ മാതൃകയാണ്. മറ്റ് 10,000 ടൈപ്പാണ്, അതാണ് ജയിക്കുന്നത്. അവർ കോൺഗ്രസ് കുറച്ച് ആൾ മതി. അവർ ആത്മാർത്ഥ വേണം. അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ. ഒരു 5-6 മാസം, ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഏതൊരു 1 വർഷം പിടിച്ചില്ല അൻവർ വന്നിട്ട്. ഇപ്പോഴും നിങ്ങൾ ചേർത്ത് എങ്ങനെയാണ് അസോസിയേറ്റ് മെമ്പറായിട്ട് വേണമെങ്കിൽ ക്ഷണിതാവെന്ന് പറയും പോലെ. അതും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങളുടെ വിവരാധികാര അവരുടെ അൻവറിൻ്റെ ചില വീഴ്ച വന്നിട്ടുണ്ട്, അതും ശരിയാണ്. എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്, പാർട്ടിക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.